ഞങ്ങളുടെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ആശംസകൾ. 2025 പ്രവേശിക്കാൻ ദൈവം കൃപയോടെ നമ്മയെല്ലാം പ്രാപ്തരാക്കിയിരിക്കുന്നു. ഈ വർഷം ആരംഭിക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാനും തിരിഞ്ഞു നോക്കാതിരിക്കാനും തീരുമാനമെടുക്കാം. യെശയ്യാവ് 43 അധ്യായം 18-19 വചനങ്ങളിൽ യേശു പറയുന്നു, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ ഒരു പുതിയതൊന്ന് ചെയ്യുന്നു. സുഹൃത്തുക്കളെ, നിങ്ങളുടെ കണ്ണുകൾ പിന്നോട്ട് നിർത്താൻ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം. നിങ്ങളുടെ ഭൂതകാലത്തിൽ നിന്ന് പഠിക്കുക, എന്നാൽ നിങ്ങളുടെ ഭൂതകാലത്തിന്റെ ഭാരങ്ങൾ മോചിപ്പിക്കുക. അതെ, 2024 വിജയങ്ങൾ, പരാജയങ്ങൾ, പൂർത്തീകരിക്കാത്ത സ്വപ്നങ്ങൾ, നഷ്ടങ്ങൾ തുടങ്ങിയവ അനുഭവപ്പെട്ടിട്ടുണ്ടാവും. എന്നാൽ നിങ്ങളുടെ ഭൂതകാലം നിങ്ങളുടെ ഭാവി തീരുമാനിക്കരുത്. കാരണം ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിനായി യേശുവിന് പുതിയ പദ്ധതികളും വാഗ്ദാനങ്ങളുമുണ്ട്. നിങ്ങളുടെ ഭൂതകാലം മറന്ന് പുതിയ കാര്യങ്ങൾക്കായി ദൈവത്തിലേക്ക് നോക്കുമ്പോൾ നടക്കാൻ അവൻ നിങ്ങൾക്ക് പുതിയ ദിശ നൽകും. അവൻ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ വളർച്ച നൽകും. അവൻ നിങ്ങൾക്ക് പുതിയ അനുഗ്രഹങ്ങൾ നൽകും. ആസ്വദിക്കാൻ അവൻ നിങ്ങൾക്ക് പുതിയ വിജയം നൽകും. ഈ വർഷം നിങ്ങൾക്കുള്ള അവന്റെ പ്ലാൻ ഇതിനകം തയ്യാറാണ്. അത് സ്വീകരിക്കാൻ നിങ്ങൾക്ക് ആവേശമില്ലേ? ഈ വർഷം നമുക്ക് ദൈവത്തോടൊപ്പം പുതുതായി തുടങ്ങാം. 2025 അനുഗ്രഹീതമായ ഒരു പുതുവർഷം ആശംസിക്കുന്നു.